ഹായ്, എൻ്റെ ഒരു പ്രശോഭ്. ഞാൻ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്ന LCC-യിലാണ്. ഇപ്പം ഞാൻ ഏകദേശം ഒരു 18 വർഷമായിട്ട് LCC തന്നെയുണ്ട്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ കുറിച്ചാണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇന്നത്തെ ഒരു സെനാരിയോയിൽ എന്തായിരിക്കും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കാരണം ബിസിനസ് എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ പല മീഡിയാസും നമുക്ക് മുമ്പിലുണ്ടെന്ന്. അതായത് ഓൾറെഡി ഉള്ള എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള മീഡിയാസ് ലൈക്ക് ഇപ്പോൾ നമ്മുടെ ന്യൂസ് പേപ്പേഴ്സ് ആവാം, ടെലിവിഷൻ ആവാം, അങ്ങനെയുള്ള പല മീഡിയാസും ഉണ്ട്. പക്ഷേ ഇന്നത്തെ തലമുറ മുഴുവൻ നേരവും നമുക്കറിയാം കൂടുതൽ സമയവും അവർ ചെലവഴിക്കുന്നത് ഡിജിറ്റൽ ആയിട്ടുള്ള മീഡിയാസിനകത്താണ്. ലൈക്ക് ഫേസ്ബുക്ക്, അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം, വാട്സാപ്പ്, ലിങ്ക്ഡിൻ ഇങ്ങനെയൊക്കെ പറയുന്ന ഡിജിറ്റൽ മീഡിയാസിലാണ്. അപ്പോൾ ഈ ഡിജിറ്റൽ മീഡിയ നമുക്ക് മാക്സിമം നമ്മുടെ ബിസിനസ് ഇമ്പ്രൂവ് ചെയ്യാനും നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒത്തിരി അധികം നമ്മുടെ ബിസിനസ്സിൽ തന്നെ നമുക്ക് കുറേയധികം വളർച്ചകൾക്ക് ചാൻസുകൾ കൂടുതലാണ്. അപ്പോൾ അതാണ് ഇപ്പോൾ നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു കോഴ്സ് അല്ലെങ്കിൽ അങ്ങനൊരു കാര്യം നമ്മൾ LCC-യിൽ നമ്മൾ കൊണ്ടുവരാനുള്ള മെയിൻ കാരണം അതാണ്. കാരണം ആ ഒരു ഏരിയയിൽ ആളുകൾക്ക് പഠിക്കാൻ കഴിയുക, അവർക്ക് അവരുടെ ബിസിനസ്സുകളായാലും മറ്റുള്ളവരുടെ ബിസിനസ്സുകളായാലും അവർക്ക് ഇമ്പ്രൂവ് ചെയ്യിക്കാനായിട്ട് അല്ലെങ്കിൽ അവർക്ക് മാർക്കറ്റ് ചെയ്യിക്കാനായിട്ട് ഈ മീഡിയ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിൽ നമ്മൾ പറയുമ്പോൾ ഏറ്റവും മെയിനായിട്ട് രണ്ട് കാര്യങ്ങളായിരിക്കും. ഒന്ന് SMM എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റും മറ്റൊന്ന് SEO എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റും. SMM എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്നാണ് SMM-ൻ്റെ നമ്മൾ പറയുക. പൂർണ്ണ രൂപം എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ആണ്. അതായത് ഇന്ന് നമുക്ക് അവൈലബിൾ ആകുന്ന എല്ലാ സോഷ്യൽ മീഡിയാസുകൾ ഉപയോഗിച്ച് ലൈക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ലിങ്ക്ഡിൻ ഇങ്ങനെ പറയുന്ന ഒരു വലിയ എമൗണ്ട് ഓഫ് തന്നെയുണ്ട് നമ്മുടെ മുമ്പിൽ, ഒരു സോഷ്യൽ മീഡിയാസ് തന്നെയുണ്ട്. ഈ മീഡിയാസിനെ യൂസ് ചെയ്ത് നമ്മളുടെ ബിസിനസ് അല്ലെങ്കിൽ നമ്മൾ ആർക്ക് വേണ്ടിയാണോ വർക്ക് ചെയ്യുന്നത് അവരുടെ ബിസിനസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റണം. ഓക്കെ, അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്? ആ കാര്യങ്ങളാണ് നമ്മൾ ഈ കോഴ്സിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ LCC-യിലെ ഈ കോഴ്സ് നമ്മൾ ചെയ്യുമ്പോൾ ഉള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഇത് നിങ്ങൾക്ക് പല പോർഷൻസ് ആയിട്ട് നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. സോഷ്യൽ മീഡിയ വഴി മാത്രം ആൾക്ക് മാർക്കറ്റ് ചെയ്യണമെങ്കിൽ അപ്പോൾ അങ്ങനെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് മാത്രമായിട്ട് ചെയ്യാം. അതല്ല, അയാൾ ഒരു സ്ക്രാച്ച് ഫ്രം 0 തൊട്ട് ഹീറോ വരെ അയാൾക്ക് ഒരു പെർഫോം ചെയ്യണമെങ്കിൽ അപ്പം നമുക്ക് അയാൾക്കൊരു വെബ്സൈറ്റ് വേണം, ആ ഒരു ബിസിനസ്സിൻ്റെ വെബ്സൈറ്റ് വേണം, അവർക്ക് ഒരു സോഷ്യൽ മീഡിയ ആക്ടിവിറ്റീസുകൾ കണ്ടക്ട് ചെയ്യണം. ഇതിനെല്ലാം വേണ്ടിയിട്ട് നമുക്ക് അങ്ങനെ ഒരു ഫുൾ 0 മുതൽ ഹീറോ വരെയുള്ള ഒരു കോഴ്സും നമ്മളിവിടെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ട് കോഴ്സുകളും നമുക്ക് ഓരോരുത്തരും ആർക്കാണോ പഠിക്കേണ്ടത് അവരുടെ ആവശ്യങ്ങൾ അനുസരിച്ചിട്ട് നമ്മൾ ഷെഡ്യൂൾ ചെയ്തു വച്ചിരിക്കുന്ന കോഴ്സുകളാണ്. അപ്പോൾ ഇത് ഓരോ സ്റ്റുഡൻറ്റ് എടുക്കുന്നതിൻ്റെ ആവശ്യകത, അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ആവശ്യകത എന്താണെന്ന് വെച്ചാൽ രണ്ട് രീതിയിൽ ഉള്ള യൂസേഴ്സ് അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് ഇതിന് വരാം, അല്ലെങ്കിൽ രണ്ട് തരത്തിലുള്ള സ്റ്റുഡൻസ് ഇതിന് വരാം. എന്ന് പറയുന്നത് അവർക്ക് സ്വന്തമായി അവരുടെ ബിസിനസ് ഇമ്പ്രൂവ് ചെയ്യിക്കുക. രണ്ടാമത്തെ ആളുകൾ എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി ഒരു ബിസിനസ്, അവർക്കൊരു ഓപ്പണിംഗ് പോലെ ഇപ്പോൾ നമുക്ക് സ്റ്റാർട്ടപ്പുകൾ പോലെ അവർക്ക് തുടങ്ങി അവർക്ക് മറ്റുള്ള കമ്പനികളിൽ നിന്നും വർക്ക് എടുത്ത് അവരുടെ കമ്പനികൾക്ക് വേണ്ടിയിട്ട് ചെയ്യാം, ഇത് സോഷ്യൽ മീഡിയ വഴി മാർക്കറ്റ് ചെയ്യാം. ഇങ്ങനെ രണ്ട് രീതിയിൽ ചെയ്യാൻ പറ്റും. നമ്മുടെ ഈ കോഴ്സ് യൂസ് ചെയ്താൽ, നമ്മൾ ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് മാർക്കറ്റിംഗ് വളരെയധികം ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ LCC ഏകദേശം ഒരു 35 വർഷത്തോളം നമുക്ക് ഇവിടെ എക്സ്പീരിയൻസ് ഉള്ള ഒരു സ്ഥാപനമാണ്. 35 വർഷത്തോളം എക്സ്പീരിയൻസ്, ഏകദേശം 1 lakhന് മുകളിലുള്ള സ്റ്റുഡൻസ് നമുക്കുണ്ട്. അപ്പോൾ അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥാപനത്തിൽ ചെയ്യുക എന്ന് പറയുമ്പോൾ അതിൻ്റെ സർട്ടിഫിക്കേഷൻ, അതിന് മറ്റു സ്ഥലങ്ങളിലുള്ള അതിൻ്റെ സർട്ടിഫിക്കറ്റിനുള്ള വാല്യൂകൾ ഇതെല്ലാം വളരെയധികം കൂടുതലായിരിക്കും. ഇത് കൂടാതെ തന്നെ നമ്മൾ സോഷ്യൽ മീഡിയ നമ്മുടെ കോഴ്സുകൾക്കെല്ലാം തന്നെ നമുക്ക് ഓൺലൈൻ സർട്ടിഫിക്കേഷൻസ്, അതായത് അതാത് മീഡിയാസിൻ്റെ ലൈക്ക് ഇപ്പോൾ നമ്മൾ ഒരു ഫേസ്ബുക്കാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ മെറ്റയുടെ സർട്ടിഫിക്കേഷൻസ്, ഗൂഗിൾ സർട്ടിഫിക്കേഷൻസുകൾ ഇതെല്ലാം തന്നെ നമുക്കിവിടെ അവൈലബിളുമാണ്. അപ്പോൾ ഇതിൻ്റെ ബെനിഫിറ്റ് എന്തായിരിക്കും? ഈ ഒരു കോഴ്സ് കഴിഞ്ഞ് ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുമ്പോൾ സർട്ടിഫിക്കേഷൻ്റെ വാല്യൂ, അത് പഠിച്ച ക്യാമ്പസിൻ്റെ വാല്യൂ ഇതെല്ലാം എപ്പോഴും വളരെ ഇമ്പോർട്ടൻസ് ആയിരിക്കും. അപ്പോൾ കാരണം എന്തായിരിക്കും, ഒരു സ്ഥാപനത്തിൽ ചെല്ലുമ്പോൾ അവിടെ എവിടെ പഠിച്ചവരാണ് അപ്പോൾ ആ സ്ഥാപനത്തിൽ പഠിച്ചാൽ LCC-യിൽ പഠിച്ചാൽ LCC-യിൽ എന്തുണ്ടാവും, ഇവർ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു കമ്പനിയാണ്. സോ അതിൻ്റെ ബെനിഫിറ്റ്സും അവിടെ അവൈലബിൾ ആയിരിക്കും.